നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയാണിത്. ചപ്പാത്തിക്ക് മാത്രമല്ല, ബ്രേക്ക്ഫാസ്റ്റായിട്ട് വരുന്ന എന്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനായിട്ട് പോകുന്ന ഒരു മുട്ട റോസ്റ്റ്. തക്കാളി ചേർക്കാതാണ് ചെയ്ത് കാണിക്കുന്നത്. ഇതിലും കുറച്ചുകൂടി കുഴഞ്ഞ് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഇതേ രീതിയിൽ തന്നെ ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കിക്കോളൂ. ഇതിനി എങ്ങനെയാണെന്ന് നോക്കാം. ചൂട് കട്ടിയുള്ള ഒരു കടായി തന്നെ വെക്കണം. വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് മുട്ട റോസ്റ്റിന് ഏറ്റവും നല്ല ടേസ്റ്റ്. കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടിയ ഉടനെ തന്നെ തീ നല്ലവണ്ണം കുറച്ച് വെച്ചതിന് ശേഷം 2 ഏലക്ക, 2 ഗ്രാമ്പു, ചെറിയ 2 കഷ്ണം പട്ടയോട് ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 സ്പൂണോളം ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ ഇഞ്ചി, ഒരു 6-7 വെളുത്തുള്ളി നീളത്തിൽ കനം കുറച്ചരിഞ്ഞൂടെ ചേർക്കുക. ഇതിന് 15-20 സെക്കൻഡ് നേരത്തേനൊന്ന് ഇളക്കി കൊടുക്കുക. കുറഞ്ഞ തീയിൽ ഇഞ്ചി ഒന്ന് മൂത്ത് വന്നോട്ടെ. പൊടിയായിട്ട് അരിഞ്ഞ കാരണം പെട്ടെന്നായിക്കോളും. ഇതായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർക്കേണ്ടത് സവാളയാണ്. കനം കുറഞ്ഞ് അരിഞ്ഞിരിക്കണം. ഒരു 4 വലിയ സവാള എടുത്തിട്ടുണ്ട്. നീളത്തിൽ അരിഞ്ഞ് ചേർക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 2 പച്ചമുളക് കൂടെ ചേർക്കുക. ഇനി കുറച്ച് ഉപ്പൂടെ ചേർക്കാം. ഇനി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് ആ സവാളയുടെ എല്ലായിടത്തും ആകുന്ന രീതിയിൽ നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. സവാള എണ്ണയിൽ നല്ലവണ്ണം വഴന്ന് കിട്ടണം. അതിനിങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കേണ്ട ആവശ്യമില്ല. ഉപ്പ് ചേർത്ത് നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം ചെറിയ തീയിലിട്ടിട്ട് തട്ടിപ്പൊത്തി മൂടി വെച്ചാൽ മതി. ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഒന്ന് ഇളക്കി വീണ്ടും മൂടി കൊടുത്താൽ മതിയാകും. ഇങ്ങനെ ചെയ്യാനായിട്ട് ചൂട് കട്ടിയുള്ള കടായി തന്നെ എടുക്കുക. എത്ര നേരം കിടന്നാലും അടിക്ക് പിടിക്കാതെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഒന്ന് ഇളക്കി മൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നല്ലവണ്ണം വഴന്ന് വന്നിട്ടുണ്ട്. ഇത് തുറക്കുമ്പോൾ നല്ലൊരു മണമാണ്. ആ സ്പൈസസും വെളിച്ചെണ്ണ, ഇഞ്ചി, വെളുത്തുള്ളിയുടെ എല്ലാം കൂടെ ചേരുമ്പോൾ ഇത് ഒട്ടും അടിക്ക് പിടിക്കാതെ തന്നെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ പൊടികൾ ചേർക്കണം. ഇനി നടുക്കോട്ട് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ 1 സ്പൂൺ ഫുള്ളായിട്ട് കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി 1/2 സ്പൂണിന് കുറച്ച് താഴെയായിട്ട് മല്ലിപ്പൊടിയോടെ ചേർക്കുക. ഇനി കുറച്ചേറെ കറിവേപ്പിലയൂടെ ചേർക്കുക. ഇനിയിപ്പോൾ ഇത് ഇളക്കണ്ട. നടുക്കല്ല ഇട്ടത്. ആ ഉള്ളി വെച്ചൊന്ന് മൂടി തട്ടിപ്പൊത്തി വയ്ക്കുക. തീ നല്ലവണ്ണം കുറച്ച് തന്നെ വെക്കണേ. ഒരു 2-3 മിനിറ്റ് നേരത്തേന് മൂടി വയ്ക്കുക. ആ പൊടികളിലൂടെ പച്ച ടേസ്റ്റ് ഒന്ന് മാറണം. അതിൽ നല്ലവണ്ണം ഒന്ന് ആവി കയറി വരണം. ഇതിപ്പോൾ ഒരു 3 മിനിറ്റോളം ആയിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയൂടെ ചേർത്തിട്ട് നന്നായിട്ട് കൂട്ടി ഇളക്കുക. ഇതിൻ്റെ അടിക്കൊന്നും പിടിച്ചിട്ടൊന്നുമില്ല. ഈ ഒരു മുട്ട റോസ്റ്റിൽ ഒത്തിരി കുത്തുന്ന ഗരം മസാല ടേസ്റ്റ് ഒന്നുമില്ല. പാക്കറ്റ് ഗരം മസാല പൊടിയൊന്നും വേറെ ചേർക്കുന്നുമില്ല. ഉള്ളി അരിയുമ്പോൾ കഴിവത് കനം കുറച്ച് അരിഞ്ഞെടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ നല്ല ടേസ്റ്റുമാണ്. പെട്ടെന്ന് വഴന്നും കിട്ടും. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലോട്ട് ഇനി ഒരു 1/2 സ്പൂണോളം പെരിഞ്ജീരകം മാത്രം പൊടിച്ചത് ചേർക്കുകയാണ്. പെരിഞ്ജീരകപ്പൊടി പാക്കറ്റ് വാങ്ങുന്നതിനേക്കാൾ നല്ലത് നമ്മൾ പെരിഞ്ജീരകം അപ്പം എടുത്ത് പൊടിച്ച് ചേർക്കുന്നതോ അരച്ച് ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. പൊടിയൊക്കെ നല്ലവണ്ണം മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് യോജിച്ച് കുഴഞ്ഞു കിട്ടണം. ഇത് ചേർക്കുന്നത് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. ഞാൻ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ച് 1-ാം പാലായിട്ട് പിഴിഞ്ഞ് മാറ്റി വെച്ചു. വീണ്ടും കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് 2-ാം പാലാക്കി പിഴിഞ്ഞെടുത്തു. അങ്ങനെ 2ആയിട്ട് പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ 2-ാം പാലാണ് ഈ ചേർത്തത്. നന്നായിട്ട് മിക്സായിട്ട് വരുമ്പോഴത്തേന് അതൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ടേസ്റ്റ് ബാലൻസ് ആകാൻ വേണ്ടി ഒരല്പം പഞ്ചസാര ചേർക്കുക. നല്ല ടേസ്റ്റാണ് പഞ്ചസാര ചേർത്താൽ. കുറച്ച് കുരുമുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കുക. ഒന്നുകൂടി ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് നന്നായിട്ട്. ഇനി ഇതിലോട്ട് 1-ാം പാലൊഴിക്കാം. ഏകദേശം ഒരു 1/2 കപ്പിനടുത്തായിട്ടേ ഉള്ളൂ കേട്ടോ. ഇത് കുറച്ച് കൂടുതൽ ഒഴിക്കുകയാണെങ്കിൽ ഗ്രേവി പോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ഒഴിക്കുക. അഥവാ തേങ്ങാപ്പാലില്ല ഗ്രേവി ആക്കണമെന്നുണ്ടെങ്കിൽ പച്ചവെള്ളം ഒഴിക്കരുത്. ചൂടുവെള്ളം മാത്രം ഈ സമയത്ത് ഒഴിക്കാം. ഒത്തിരി അങ്ങ് ചാറ് പോലെ ആക്കണ്ട. കുറച്ചുകൂടി ഒന്ന് കുഴഞ്ഞു ഒന്ന് ഗ്രേവി ടൈപ്പിലെടുക്കാം. ഞാനിതിപ്പോൾ ഇതുപോലെ കുറച്ച് ഡ്രൈ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കുറഞ്ഞ തീയിലാണ് ഇട്ട് ചെയ്തിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ തൊട്ടുള്ള കാര്യങ്ങൾ.
ഇല്ലെങ്കിൽ എല്ലാം അങ്ങ് പെട്ടെന്ന് അങ്ങ് ഡ്രൈ ആയി പോകും. ഇനി ഞാൻ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്, നല്ലവണ്ണം ഒന്ന് വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ഈ ഒരു മസാലയ്ക്ക് 4 മുട്ട വരെ ചേർക്കാവുന്നതാണ്. മുട്ട ചേർത്തിട്ട് ഉള്ളിയിട്ട് നല്ലവണ്ണം ഒന്ന് ഇങ്ങനെ പൊതിഞ്ഞൊന്ന് വെക്കുക. ഒരു 2 മിനിറ്റ് നേരത്തോളം ഒന്ന് മൂടി വയ്ക്കുക, ഫ്ലേവറൊക്കെ ഒന്ന് മുട്ടയിൽ പിടിക്കാൻ വേണ്ടി. ഈ പൊതിഞ്ഞ് വെക്കുന്ന ഒരു 2-3 മിനിറ്റ് കൊണ്ട് മസാല കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആവും. അത് നമ്മൾ മനസ്സിൽ കണ്ടിരിക്കണം. നമുക്ക് കുറച്ചുകൂടി ചാറ് വേണ്ടിയിരുന്നു എങ്കിൽ ഈ സമയത്ത് കുറച്ചുകൂടി ചാറാക്കിയതിന് ശേഷം മുട്ട പൊതിഞ്ഞ് വെക്കുക. അപ്പോൾ 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേന് കറക്റ്റ് ആയിട്ട് കുഴഞ്ഞിരിക്കും. ഇത് ഒരു 3 മിനിറ്റിനടുത്ത് ഞാൻ മൂടി വെച്ചിരുന്നിട്ടുണ്ട്. നന്നായിട്ട് ചൂട് കയറിയിട്ടുണ്ട്. ചൂട് കട്ടിയുള്ളൊരു പാത്രം വെച്ചാൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഈ ഒരു മസാല ഉണ്ടെങ്കിലുണ്ടല്ലോ, ഈ ഉള്ളി മാത്രം മതി. ചപ്പാത്തിയൊക്കെ എത്ര വേണേലും നമ്മൾ കഴിക്കും. ഇതിൽ ഓവറായിട്ട് കുത്തുന്ന ടേസ്റ്റ് മസാലയുടെ, അത് ഗരം മസാലയുടെ ഒന്നും തന്നെയില്ല. എന്നിട്ട് ലൈറ്റായിട്ട് ഒരു മണവും ടേസ്റ്റും ഒക്കെ ഉണ്ട് താനും. അപ്പോൾ പിന്നെ വേഗം തന്നെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്നൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് ടിക്കാക്കി ഇടാനും മറക്കരുത്. അപ്പോഴാണ് പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം എത്തിച്ചേരുക. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.